ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ റിസൾട്ട് വന്നു. കുറച്ചു പേർക്ക് നെറ്റ് ലഭിച്ചു, ഒരുപാട് പേർക്ക് നെറ്റ് ലഭിച്ചില്ല. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് 100 പേർ പരീക്ഷ എഴുതുമ്പോൾ 94 പേരെ ഒഴിവാക്കുകയും 6 പേർക്ക് നെറ്റ് നൽകുകയും ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. 6 പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത്, ബഹുഭൂരിഭാഗം പേരും ഒഴിവാകുകയാണ് ചെയ്യുന്നത്. JRF ആണെങ്കിലോ 99 പേരും ഒഴിവാകും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താൻ, നമുക്ക് നെറ്റ് ലഭിക്കാത്തതിനെ വിലയിരുത്താൻ. കുറച്ച് ദിവസങ്ങളായിട്ട് വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഇത്തവണ നെറ്റ് നഷ്ടപ്പെട്ടു, വിഷമം തോന്നുന്നു, നല്ല രീതിയിൽ പഠിച്ചതാണ്, പിന്നെ ഇനിയും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഇത്തവണ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. ഒത്തിരി സ്റ്റുഡൻസിന് ഇത്തവണ നെറ്റ് ലഭിച്ചിട്ടില്ല. അതിന്റെ കട്ട് ഓഫ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല, നമ്മൾ ഒരിക്കലും തോൽക്കുന്നില്ല. തോറ്റവരായിട്ട് ആരും നമ്മളെ കാണേണ്ടതുമില്ല. നമ്മളെ തോറ്റവരായിട്ട് നമ്മൾ തന്നെ കണ്ടു തുടങ്ങിയാൽ നമ്മൾ എല്ലാത്തിലും തോറ്റുകൊണ്ടേയിരിക്കും. തോൽക്കുന്നവനായിട്ട് നമ്മൾ തന്നെ മാറി. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മൾ ഇതിൽ തോൽക്കുന്നില്ല, കാരണം ഇതിൽ അങ്ങനെ ഒരു തോൽവി വിജയം എന്നുള്ള കാര്യമില്ല. നമ്മൾ ക്രാക്ക് ചെയ്യുക, നമ്മൾ നേടുക. നെറ്റ് ഇത്തവണ ലഭിച്ചില്ല, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് ഇനിയും പരീക്ഷകളുണ്ട്, ഏജ് ലിമിറ്റ് ഒന്നും ഇതിനില്ല. സോ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്കിതിനൊരു ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന 6 പേർക്കാണ് 100-ൽ നമുക്ക് നെറ്റ് ലഭിക്കുന്നത്. ബാക്കി 94 പേരും പുറന്തള്ളപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ഇത്തവണ ആ ഭൂരിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് ഒത്തിരി പേർക്ക് ഇത്തവണ നെറ്റ് ലഭിച്ചിട്ടില്ല. അതിന്റെ വ്യക്തമായ കണക്കുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ എത്ര പേർക്ക് നെറ്റ് ലഭിച്ചു അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇത്തവണ 9,45,000 പേര് അപ്ലൈ ചെയ്തിട്ട് 6,95,928 പേരാണ് പരീക്ഷക്കായിട്ട് പങ്കെടുത്തിരിക്കുന്നത്. ഇതിന്റെ 6% നെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ 1% ആയിരിക്കും JRF എന്ന് പറയുന്നത്. ഇതിൽ 6% എന്ന് പറയുന്നത് 41,755 പേരാണ്. ഇത്ര ഉണ്ടാവണമെന്നില്ല, നമുക്കൊരു 41,000 റൗണ്ടായിട്ട് എടുക്കാം. അപ്പൊ JRF-ലേക്ക് വന്നു കഴിഞ്ഞാൽ 1% ആണ്. 1% ഉണ്ടാവാറില്ല. 6,959 അല്ലെ, 6,900 നമുക്ക് JRF റൗണ്ട് ചെയ്യാം. അപ്പൊ ഇതില് പരീക്ഷ എഴുതിയവരിൽ നെറ്റ് ലഭിച്ചവരുടെ എണ്ണം കഴിഞ്ഞാൽ നെറ്റ് ലഭിക്കാത്തവർ 6,54,173 പേർ. 6,95,000 പേര് എഴുതി, 41,755 പേർക്ക് നെറ്റ് ലഭിച്ചു. 6,54,173 പേർക്ക് നെറ്റ് ലഭിച്ചില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കണക്ക്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും പേർ പരീക്ഷ എഴുതുമ്പോൾ ഇത്രയും പേർക്ക് നെറ്റ് ലഭിക്കുന്നില്ല. ഇത് കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് നെറ്റ് ലഭിച്ചവരുടെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കട്ട് ഓഫ് ലിസ്റ്റിൽ കൃത്യമായിട്ട് അതിന്റെ കണക്കുകളുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. ഈ 6%-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ നമ്മൾ ഉണ്ടാവണം. അതിനായിട്ടാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകണം. തളരരുത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബഹുഭൂരിഭാഗത്തിലാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സ്മാർട്ടായിട്ടുള്ള ഹാർഡ് വർക്ക് ഒഴിവാക്കൂ. വളരെ സ്മാർട്ടായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ മുന്നോട്ടേ കൊണ്ടുപോകേണ്ടത്. നമ്മളൊക്കെ നൽകി വരുന്നത് ആ ഒരു പഠന രീതിയാണ്. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത്, വിജയിച്ചവരുടെ എണ്ണം നിങ്ങൾ അറിയുന്നു, പക്ഷെ അതിൻ്റെ ഒരു 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആകും നെറ്റ് ലഭിക്കാത്തവരുടെ എണ്ണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. അടുത്ത പരീക്ഷ നമുക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ തയ്യാറെടുക്കുക. ഓക്കെ, നമ്മൾ പിൻവാങ്ങിയാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. പിൻവാങ്ങരുത്. അടുത്ത പരീക്ഷ നമുക്കുള്ളതാണ്. ഡിസംബർ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക. നമ്മൾ കഴിഞ്ഞൊരു ടൈം ടേബിളിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്.
നമ്മളെ വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്കറിയാം, നമുക്ക് 2 പേപ്പറാണ്, ജനറൽ പേപ്പർ, മെയിൻ പേപ്പർ. ജനറൽ പേപ്പറിൽ എത്ര മാർക്ക് നമുക്ക് ലഭിച്ചു എന്നുള്ളതും നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ജനറൽ പേപ്പറിൽ 50 ചോദ്യങ്ങൾ 100 മാർക്കിനുള്ളത്, മെയിൻ പേപ്പറിൽ 100 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ളത്. അപ്പൊ ഇതിൽ എത്ര ലഭിച്ചു, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എവിടെ നഷ്ടമായി എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. നഷ്ടമായത് വേണം നമ്മൾ തിരിച്ചെടുക്കാൻ. എവിടെ നഷ്ടപ്പെട്ടോ അത് നമ്മൾ തിരിച്ചെടുക്കണം. അതാണ് നമ്മുടെ രീതി. അത് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളൊരു ടൈം ടേബിളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിളിന്റെ വീഡിയോ കൃത്യമായിട്ട് കാണുക. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്. അത് മാത്രമേ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സ്റ്റഡി മെത്തേഡ് കണ്ടെത്തുക. നിങ്ങൾക്ക് ഇത്തവണ നെറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തകരാറാണ്. നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾ മാറ്റണം. ഇപ്പൊ നെറ്റ് നേടിയവരും JRF നേടിയവരുടെ ഒക്കെ പാത എന്ന് പറയുന്നത് നിങ്ങളുടേതല്ല. അത് അവർ നേടിയെടുത്തതാണ്, അവരുടേതായ രീതിയിൽ നേടിയതാണ്. അപ്പോൾ അവർ ഏറ്റവും വേഗത്തിൽ ഓടി നേടിയെടുത്തൊരു കാര്യമാണത്. ഇതൊരു മാരത്തോണാണ്. നമ്മളുടെ ഓട്ടം എവിടെ വെച്ചോ നിർത്തി, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ പങ്കെടുത്തില്ല എന്നുള്ളത് വേണം പറയാൻ. അപ്പൊ വിജയിച്ചവർക്ക് കിട്ടുന്ന സമയമോ അവരുടെ രീതികളോ അവരുടെ സാഹചര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ പിറകെ പോകാതിരിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ഒരിക്കലും തോറ്റവരാകുന്നില്ല. നമുക്ക് ഇത്തവണ ലഭിച്ചില്ല, അടുത്ത തവണ പരീക്ഷയുണ്ട് എന്നുള്ളത് മാത്രം കരുതുക. ഓക്കെ, വലിയ സങ്കടത്തോടുകൂടി പല മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. എവിടെയാണ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്, ആ നഷ്ടങ്ങൾ എങ്ങനെ നികത്താൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് കോഴ്സുകൾ വേണോ, നോട്ടുകൾ വേണോ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെന്ററിങ് ആവശ്യമാണോ, ഡൗട്ട് ക്ലിയറിംഗ് ആവശ്യമാണോ, PYQ പ്രാക്ടീസ് ആവശ്യമാണോ, ഇതൊക്കെ ലഭിക്കുന്ന കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മളുടെ കോഴ്സിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തേക്കായിട്ട് പ്രത്യേക സെഷൻ തന്നെയുണ്ട്. നമ്മൾ ഏത് രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് ഓരോ ഇൻഡിവിജ്വലിനെയും മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത്തവണ കോഴ്സുകൾ നൽകി വരുന്നുള്ളൂ എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടൊരു പ്ലാനിങ് നിങ്ങൾക്ക് നൽകുക. ആ പ്ലാനിങ് പ്രകാരം പഠിച്ചു പോവുക. അപ്പൊ വളരെ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റിലും ഒക്കെ ഓൺലൈനിലും ഒക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ തിരഞ്ഞെടുക്കണം, എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണുകയേ ചെയ്യരുത്. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല, നമ്മൾ അതിനെ ഒഴിവാക്കുക തന്നെ വേണം. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ആവശ്യമായ അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക, അറിയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുക. അത് ശീലിക്കുക. അത് നിങ്ങളെ കൊണ്ട് പറ്റണം. അത് പറ്റിയാൽ മാത്രമേ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത പരീക്ഷയൊക്കെ പലരും ചോദിക്കുന്നതാണ്, സിലബസിൽ മാറ്റങ്ങളുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ്. മെയിൻ പേപ്പറിലോ അല്ലെങ്കിൽ ജനറൽ പേപ്പറിലോ സിലബസിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത്. സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് UGCയുടെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം നൽകും പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ. അതുകൊണ്ട് നമ്മുടെ ജൂൺ എക്സാമിനേഷന് നിലവിലുള്ള സിലബസിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജനറൽ പേപ്പറിൽ നമുക്ക് 100 ചോദ്യങ്ങളാണുള്ളത്. മെയിൻ പേപ്പറിൽ 200 ചോദ്യങ്ങൾ, 10 യൂണിറ്റ് ഇവിടെയും 10 യൂണിറ്റ് ഇവിടെയുണ്ട്. അപ്പൊ ഏതൊക്കെ യൂണിറ്റിനാണ് ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അത് മെയിൻ സബ്ജക്റ്റിലും ജനറൽ പേപ്പറിലും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മളൊക്കെ കോഴ്സുകൾ നൽകുന്നത്. നിങ്ങളുടേതായ ടൈം ടേബിൾ തയ്യാറാക്കുക. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ടൈം ടേബിളിന്റെ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എവിടെയും അത്തരത്തിലുള്ള ടൈം ടേബിൾ ലഭിക്കില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവില്ല. മുഴുവനായിട്ട് നിങ്ങളത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി കൃത്യമായിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യതയോടുകൂടിയുള്ള പഠനം, നിരന്തരമുള്ള പഠനം ഇഫക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സഹായം വേണമെങ്കിലും നമ്മളെടുത്ത് സമീപിക്കാവുന്നതാണ്. അതിന് കോഴ്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നതാണ്. ഓരോ വർഷവും നമ്മുടെ മൊത്തം കോഴ്സിന് ചേർന്നവരിൽ നിന്നുള്ള ഒരു 50% എബോ നമുക്ക് റിസൾട്ടും ഉണ്ടാവാറുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി നെറ്റ് ലഭിക്കാത്തവർക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള കോഴ്സുകൾ നൽകി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നൽകി അവർക്ക് നെറ്റ് കിട്ടുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് വേണോ, ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ വേണോ, ലൈവ് ക്ലാസ്സുകൾ വേണോ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ഒരു ലൂസർ അല്ല. നിങ്ങൾക്ക് അടുത്ത പരീക്ഷയുണ്ട്. നിങ്ങൾ ഒരിക്കലും തോറ്റവരല്ല. ഞങ്ങൾ തോറ്റുപോയി എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ഒരിക്കലും തോറ്റവരല്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് വിജയത്തിലേക്ക് എത്താൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ജൂൺ എക്സാം ഉണ്ട്. വളരെ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.